നമ്മുടെ സ്വന്തം കിഴി പൊറോട്ട ഏറ്റവും എളുപ്പത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒരു ബൗൾ എടുക്കുന്നു, അതിനകത്തേക്ക് 200 ഗ്രാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നു, ആവശ്യത്തിന് ഉപ്പിടുക, 2 ടേബിൾ സ്പൂൺ പാം ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഓയിൽ ഒഴിക്കുന്നു. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. അതിനകത്തേക്ക് 1/2 കിലോ മൈദ ചേർത്ത് കൊടുക്കുക. 1/2 കിലോ മൈദ ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് ആ പൊറോട്ടയുടെ ഇത് കറക്റ്റായിട്ട് വരുന്നത്. കുറച്ച് ഓയിലും കൂടെ മുകളിൽ ഒഴിച്ച ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ മുഴുവൻ ശക്തി ഇതിനകത്ത് വേണ്ടി ഉപയോഗിക്കുക. ഒരു 10 മിനിറ്റ് കുഴയ്ക്കണം. അത് മാത്രമേ ഉള്ളൂ ടൈം. നോ റെസ്റ്റിംഗ് ടൈം. 10 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ല. ഇതേപോലെ വലിച്ച് കൈ കൊണ്ടിങ്ങനെ നീക്കുമ്പോഴത്തേക്കിങ്ങനെ തരിതരി പോലൊന്നും ആകരുത്. നന്നായിട്ട് വലിഞ്ഞു വരണം. നന്നായിട്ട് അടിച്ചു കൊടുക്കുക. മേലോട്ടിങ്ങനെ പൊക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ താഴോട്ടിങ്ങനെ അടന്ന് വീഴരുത്. പാത്രത്തിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കാം. കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. ഇതേപോലെ മാവെടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പം അതിനകത്ത് നിന്ന് ഓരോ നല്ല ഉരുളകൾ കിട്ടും. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബീഫ് കറി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഇട്ട് ബീഫ് കറി നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ മൂടിക തുറന്നു. നമ്മുടെ ഓരോ ബൗളും എടുത്ത ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് 3 രീതിയിലാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം ഏതാണോ അതുപോലെ കൗണ്ടർ ടോപ്പിൽ എണ്ണ പുരട്ടുക. അതിനുശേഷം ഒരു ഉരുള വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിക്കുമ്പോൾ ഈ മാവ് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ മാവ് പൊട്ടിപ്പോകത്തില്ല. എന്നിട്ട് ഈ ഒരു മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് നോക്കിക്കോ. ഇതേപോലെ പരത്തുന്നു. അതിനുശേഷം റോളർ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് പരത്തി കൊടുക്കുന്നു. പരത്തി കൊടുത്ത ശേഷം ഇങ്ങനെ കുറച്ച് പൊടിയും കുറച്ച് എണ്ണയും കൂടി ഇട്ട ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്താക്കുന്നു. മൂന്നാമത്തെ മെത്തേഡാണിത്. ഇതേപോലെ പരത്തുന്നു. അതിനുശേഷം അവിടുന്നും ഇവിടുന്നും കൂടെ മടക്കുന്നു. അതിനുശേഷം റോളർ കൊണ്ട് റോൾ ചെയ്യുന്നു. കുറച്ച് പൊടി എണ്ണയും തേച്ച ശേഷം ഇങ്ങനെ ചെയ്യുന്നു. കണ്ടോ? ഓക്കെ, 3 മെത്തേഡും അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് പരത്തി കൊടുക്കുക. ഞാൻ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് വേണം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇടാൻ. അതിനുശേഷം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അതിനകത്ത് പാം ഓയിലും നെയ്യും മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പർ പൊറോട്ടയാണ്. ഞാൻ അടിച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് കിഴി പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൈ കൊണ്ട് കണ്ട അടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നോക്കിക്കേ. കണ്ടാ, ഒരു റെസ്റ്റ് ഇല്ലാഞ്ഞിട്ട് പോലും നല്ല ലെയറായിട്ട് വരുന്ന സൂപ്പർ. അപ്പം വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പൊറോട്ട വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് വേണം നമ്മുടെ ബീഫ് കറി ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആവിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് തുറക്കുമ്പോൾ ഒരു മണം വരും. ഒരു രക്ഷയില്ല. അതിൻ്റെ ടേസ്റ്റും വെറുതെ അല്ല എല്ലാവർക്കും ഈ പൊറോട്ടയൊക്കെ ഇത്ര ഭയങ്കര ഇഷ്ടം. അത്ര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ റെസിപ്പിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ശനിയും ഞായറും ഒക്കെ പിള്ളേരൊക്കെ നമ്മളോട് പറയുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ എടുത്ത് വേണം കിഴി വെക്കാനായിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് ആവിയിലിരുന്ന് വേകട്ടെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും ഈ റെസിപ്പിയൊക്കെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിച്ച് നോക്കിക്കോ.